ഹലോ ഹായ്. ഇന്ന് ഒരു കായുപ്പേരിയാണ്. അപ്പോൾ ഓണമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കായ വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ കായ ഇതുപോലെ തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തിലിട്ട്, മഞ്ഞൾ വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് നല്ല പോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. നല്ല പോലെ കനം കുറച്ച് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഉപ്പേരി വറുക്കുന്ന സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ തളിക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ആഡ് ചെയ്ത് കലക്കി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല പോലെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കായ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കായ വറുക്കുന്ന സമയത്ത് നല്ല ഫുൾ തീയിൽ തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കായയിലേക്ക് ഈ വെളിച്ചെണ്ണ കുടിക്കും. അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കായ വറുത്ത് കോരിയെടുക്കണം. കായ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കായ എല്ലാം വിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കായ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിയൊക്കെ എടുക്കും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു കിലുകിലോ എന്നുള്ളൊരു സൗണ്ട് വരും. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഉപ്പുവെള്ളം തളിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ 2 തവി വെച്ചിട്ട് ഉപ്പുവെള്ളം തളിച്ചെടുക്കുകയാണ്. ഒരുപാട് ഉപ്പൊന്നായി പോകരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കായയിലേക്ക് പിടിക്കും. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതുപോലെ വയ്ക്കണം. എന്നിട്ടാണ് നമ്മളിനി വറുത്ത് കോരാറായിട്ടുണ്ട്. കണ്ടോ, ആ വെള്ളമയമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി സൂപ്പറായിട്ട് നമ്മുടെ കായ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ ഇത് തണുക്കണം. അപ്പോൾ എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുത്ത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്, എണ്ണയെല്ലാം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്ത ബാച്ചും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള കായ വറുത്തത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓണ വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.